ടെലിഫോൺ ലൈനിലുണ്ട് സിജോയ്. താങ്കളുടെ സിജോയ് ആണ് ടെലിഫോൺ ലൈനിൽ ഉള്ളത്. സിജോയ്, ഫിജോയ് ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉള്ളത്. ഫിജോയ്, താങ്കൾ ഈ പ്രദേശത്തേക്ക് സഞ്ചാരികളെ എത്തിക്കാറുണ്ടോ? താങ്കൾക്ക് പരിചിതമായ മേഖലയാണോ ഇത്? തീർച്ചയായിട്ടും ഇത് കാശ്മീരിലേക്ക് വരുന്ന മിക്കവാറും സഞ്ചാരികളുടെ ഐറ്റ്നറിയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ബൈസരൻ എന്ന് പറയുന്ന ഒരു വാലിയാണ്. അത് പൊതുവിൽ ഐറ്റ്നറികളിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറഞ്ഞ് പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 90% അല്ലെങ്കിൽ 95% ആളുകളും വിസിറ്റ് ചെയ്യുന്ന ഒരു വാലിയാണിത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ട് ആ വാലി, ഈ കുതിരക്കാണ് ആ വാലിയിലേക്ക് പോകാൻ കഴിയുക. അപ്പൊ ആ വഴി വളരെ അഴുക്കായതുകൊണ്ടൊക്കെ ചില സഞ്ചാരികൾ അത് ഒഴിവാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കണം കുറെ പേരെങ്കിലും അത് ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഒത്തിരി എല്ലാ സഞ്ചാരികളും വന്ന് ചേരുന്ന ഒരു സ്ഥലമാണത്. അതും ഈ ആക്രമണം നടന്ന സമയം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും തിരക്കുള്ള സമയവുമാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു പുൽത്തകിടിയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഒപ്പം വനഭൂമിയും ആ പ്രദേശത്തുണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതൊരു വലിയ ഒരു മെഡോയാണ്. അവിടെ പണ്ട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പൊതുവിൽ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ് പണ്ട് കാണിച്ചിരുന്ന സിനിമകളിൽ ഈ പ്രദേശമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ആ ഏരിയയിലാണ് പല സിനിമകളും ഭാരതത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രദേശമാണല്ലോ അത്. അതെ 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 അതെ. താങ്കൾ സാധാരണ ഇങ്ങനെ ആ സഞ്ചാരികളെ കൊണ്ട് പോകുന്ന സമയത്തൊക്കെ അവിടെ എങ്ങനെയാണ്? അതീവ സുരക്ഷയൊക്കെ ഉള്ളൊരു മേഖലയായിരുന്നോ? അതെയോ ഇതുപോലുള്ള ആക്രമണങ്ങൾക്കൊന്നും സാധ്യതയില്ലാത്ത ഒരു പ്രദേശമായിരുന്നോ? പൊതുവിൽ കാശ്മീരിലെ ടൂറിസ്റ്റ് ഏരിയകൾ അറിയപ്പെടുന്നത് ഭീകരാക്രമണങ്ങൾക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത പ്രദേശങ്ങൾ എന്ന് തന്നെയായിരുന്നു ഇതുവരെ. ഈ ഒരു സംഭവം വരെ ഇപ്പൊ നമ്മൾ കാശ്മീരിൽ ഒത്തിരി പല സ്ഥലങ്ങളിലുള്ള ആക്രമണങ്ങളെ കുറിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേൾക്കുന്നത് പോലെ ഇവിടെ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് കുറച്ച് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ മനസ്സിലാവും, ടൂറിസ്റ്റുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇത് പൂർണ്ണമായും ഇല്ലായിരുന്ന ഒരവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇത് ടൂറിസ്റ്റുകൾ നിർബന്ധമായും വരുന്ന, അതായത് എല്ലാവരുടെ എണ്ണറിൽ തീർച്ചയായും ഉൾപ്പെടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. അത് ഈ പറയുന്ന പോലെ അതിന്റെ ഒരു സൈഡിലേക്ക് ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ കാറിന് ചെല്ലാവുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പേൽഗാം ടൗൺ വരെയാണ്. അവിടുന്ന് കുതിരക്കൊരു 3 കിലോമീറ്റർ ഓളം പോയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു വലിയ മെഡോ വരുന്നത്. അപ്പൊ അവിടെ ഇത്രയും കുതിരക്കൊക്കെ കയറി അവിടെ വന്ന് അത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടായത്. പിന്നെ കൂടുതൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബഹളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവർ പലതരത്തിൽ ചെതറിപ്പോയിട്ടുണ്ടാവും. ഭാഷയുടെ പ്രശ്നങ്ങൾ വരും. നമുക്കറിയാവുന്നതുപോലെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് മാത്രമേ ഈ കാശ്മീരിൽ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കുറെ ആളുകളുടെ ഫോണുകളെ വർക്ക് ചെയ്യാണ്ടായിട്ടുണ്ടാവും, ഫാമിലികൾ ചിതറിപ്പോയിട്ടുണ്ടാവും. അതൊക്കെയാണ് അതിൽ വലിയ പ്രതിസന്ധിയിലാക്കിയത് അതിനുശേഷവും. ഒപ്പം ഈ സമയം എന്നത് ഇതിപ്പോൾ വാർത്ത റിപ്പോർട്ടിംഗ് തുടങ്ങിയ മണിക്കൂറുകൾക്ക് ശേഷമാണ് നമുക്ക് മലയാളി ഉണ്ട് എന്ന് കൺഫേം ആയത്. മലയാളികളൊക്കെ ഒരുപാട് പോകുന്ന ഒരു സമയം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും മലയാളികൾ ഇപ്പൊ കുറെ നാളത്തൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ കൂടുതലായി വന്നു തുടങ്ങിയ ഒരു 2-3 വർഷങ്ങളാണ് ആയേക്കുന്നത്. അതായത് ഇതിനു മുന്നേ വരുന്നില്ല എന്നല്ല, ആ വരുന്ന ഒന്ന് തുടരുക. ഞാൻ ഫിജോയിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. ഇപ്പോൾ ഈ മരണപ്പെട്ട